note letter G on the days. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah. Salatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. ഏറെ ബഹുമാനം നിറഞ്ഞ ഉസ്താദ്മാരെ, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, പുണ്യനബിയുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ഇത്തരമൊരു വേദി എനിക്ക് സമ്മാനിച്ച സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഇന്ന് എന്നിൽ അർപ്പിതമായ വിഷയം എന്നത് പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ദുർബല മനുഷ്യരാണ് എന്നതാണ്. പ്രകൃതി ദുരന്തങ്ങൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. എന്നാൽ ദുർബലരായവർക്ക് അതിൻ്റെ പ്രത്യാഘാത ഫലങ്ങൾ ഏറെ കൂടുതലായിരിക്കും. സാമ്പത്തിക അവസ്ഥ എടുത്തു നോക്കിയാൽ ദരിദ്രരായവർക്ക് ദുരന്തത്തിൽ നിന്ന് മുക്തി നേടാനുള്ള സാമ്പത്തിക ശേഷി കുറവായിരിക്കും. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസത്തിനും അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും. ഇനി സാമൂഹിക അവസ്ഥ എടുത്തു നോക്കിയാൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ എന്ന് പറയാൻ സ്ത്രീകളും കുട്ടികളുമാണുള്ളത്. അവർക്ക് ദുരന്തത്തിൽ നിന്ന് മുക്തി നേടാൻ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും. അവർക്ക് ആവശ്യമായ വിവരങ്ങളും സഹായങ്ങളും ലഭിക്കാൻ തടസ്സങ്ങളുണ്ടാകും. ഇനി ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ എടുത്തു നോക്കിയാൽ ദുർബല മേഖലയിൽ താമസിക്കുന്നവർക്ക് മികച്ച ഭവനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറവായിരിക്കും. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ ഒരു സമൂഹം മുഴുവനായി അനുഭവിക്കുന്നതാണ്. സമ്പന്നരായവരും അധികാരമുള്ളവരും പോലും ദുരന്തങ്ങളിൽ നിന്ന് മുക്തരാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അവർക്ക് ദുരന്തങ്ങളെ നേരിടാനുള്ള സാമൂഹിക ശേഷിയും സാമ്പത്തിക ശേഷിയും കൂടുതലായിരിക്കും. പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളുടെ പ്രത്യാഘാത ഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നത് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളാണ്. ഇവർക്ക് അടിയന്തര സഹായം തേടാനും ദുരന്താനന്തര കാലത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. ഇനി അതിന്റെ കാരണം എടുത്തു നോക്കിയാൽ ആദ്യം സാമ്പത്തിക അസമത്വമാണ്. അതിൽ ദരിദ്രരായ ആളുകൾക്ക് മികച്ച ഭവനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ എന്നിവ നിർമ്മിക്കാൻ കഴിയാത്തതിനാൽ ദുരന്തങ്ങളിൽ നിന്നുമുള്ള നാശനഷ്ടം കൂടുതലായിരിക്കും. ഭൂമി ഉപയോഗം എടുത്തു നോക്കിയാൽ പാർപ്പിടം, കൃഷി എന്നിവയ്ക്കായി അനുയോജ്യമല്ലാത്ത പ്രദേശങ്ങളിൽ താമസിക്കാൻ നിർബന്ധിതരാകുന്നവർക്ക് ദുരന്ത സാധ്യത കൂടുതലാണ്. സാമൂഹിക അവഗണന എടുത്തു നോക്കിയാൽ ആദിവാസി വിഭാഗങ്ങൾ, അസംഘടിതർ എന്നിവർക്ക് പലപ്പോഴും സർക്കാരിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ നിന്നും അവഗണിക്കപ്പെടുന്നു. ഇനി അതിന്റെ പരിഹാരങ്ങൾ നോക്കാം. ആദ്യം സാമൂഹിക സുരക്ഷാ വ്യവസ്ഥയാണ്. എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ നടത്തുക. ദുരന്ത നിവാരണ പദ്ധതികൾ എടുത്തു നോക്കിയാൽ മുന്നറിയിപ്പ് സംവിധാനം, സുരക്ഷാ പ്രവർത്തനം, പരിശീലനം തുടങ്ങിയവ നൽകുക. സാമൂഹിക അവബോധം എടുത്തു നോക്കിയാൽ ദുരന്തങ്ങളുടെ കാരണങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും ജനങ്ങളെ ബോധവൽക്കരാക്കുക. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.